ഗാസയിലെ ഏക കത്തോലിക്ക ദേവാലയമായ ഹോളി ഫാമിലി ഇടവക ദേവാലയത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 2 ക്രിസ്ത്യൻ വനിതകൾ കൊല്ലപ്പെട്ടതായി ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കേറ്റ്. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ സൈനികർ നടത്തിയ ആക്രമണത്തിൽ ഗാസയിലെ ഹോളി ഫാമിലി ഇടവകയ്ക്കുള്ളിൽ അഭയാർത്ഥികളായി കഴിഞ്ഞിരുന്ന 2 ക്രിസ്ത്യൻ സ്ത്രീകളാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. നഹിദ, മകൾ സമർ എന്നിവർ പള്ളിവളപ്പിലുള്ള മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യസ്തരുടെ കോൺവെന്റിലേക്ക് നടക്കുമ്പോൾ വെടിയേറ്റ് കൊല്ലപ്പെടുകയായിരുന്നുവെന്ന് ലാറ്റിൻ പാത്രിയാർക്കേറ്റ് അറിയിച്ചു. ആക്രമണത്തിനിരയായ അമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു മകൾ കൊല്ലപ്പെട്ടത്. ഇതിന് തൊട്ടു മുൻപ് സൈനിക ടാങ്കിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണത്തിൽ മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിനിമാരുടെ മഠം തകർന്നു. മഠത്തിലെ ജനറേറ്റർ തകരുകയും വൻ തീപിടുത്തമുണ്ടാവുകയും ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 54 ഭിന്നശേഷിക്കാർക്ക് അഭയം നൽകിയ ഭവനമാണ് നാമാവശേഷമായി മാറിയത്. ഗാസയിലെ ഏക കത്തോലിക്ക ദേവാലയമാണ് ഹോളി ഫാമിലി ഇടവക. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതു മുതൽ 100 കണക്കിന് ക്രൈസ്തവരും മറ്റ് ഗാസ പൗരന്മാരും ഗാസ മുനമ്പിലെ വടക്കേ അറ്റത്തുള്ള ഇടവകയിൽ അഭയം പ്രാപിച്ചിരുന്നു. സഭ മുഴുവനും ക്രിസ്മസിനായി തയ്യാറെടുക്കുമ്പോൾ ഇത്തരമൊരു ആക്രമണം നടത്തിയതിന് പിന്നിലെ കാരണം മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്നും ക്രിസ്ത്യൻ സമൂഹത്തോടൊപ്പമുള്ള പ്രാർത്ഥനയിൽ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളോട് അടുപ്പവും അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുകയാണെന്നും ജെറുസലേം ലാറ്റിൻ പാത്രിയാർക്കേറ്റ് പ്രസ്താവിച്ചു. ഇതിനിടെ ക്രൂരമായ കൊലപാതകത്തെയും ആക്രമണങ്ങളെയും അപലപിച്ച് ഫ്രാൻസിസ് പാപ്പായും രംഗത്ത് വന്നു. കഴിഞ്ഞ ദിനം നടന്ന ത്രികാല പ്രാർത്ഥനയോടൊപ്പമുള്ള സന്ദേശത്തിലാണ് പാപ്പ തന്റെ ദുഃഖം പ്രകടിപ്പിച്ചത്.